എല്ലാവർക്കും നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MIT 203 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന 2019 S3 സിലബസിൽ CS ആൻഡ് IT സ്റ്റുഡൻസ് പഠിക്കുന്ന പേപ്പറാണ് DMS. അതിനകത്ത് 5th മോഡ്യൂളാണ് Algebraic Structures ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 10ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഇത് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് പറയാനുള്ളത്. ഇനി വളരെ 2 ടോപ്പിക് കൂടിയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ മൊഡ്യൂൾസിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ പ്ലേലിസ്റ്റ് ആയിട്ട് കാണാം. പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് സൈക്ലിക് ഗ്രൂപ്പ് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ജി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് വിചാരിക്കും. ആ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സും, സപ്പോസ് എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് ബിലോങ്സ് ടു ജി. ആ എക്സിനെ നമുക്ക് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് a raised to n for some n belongs to z and a belongs to g. This satisfies for all x belongs to g. Then we can say that G is a cyclic group. അതായത് ഈ എക്സ് എന്ന് പറയുന്ന ജിയിലെ എല്ലാ എലമെന്റുകളെയും, ഏത് എലമെന്റ് എടുത്താലും ആ എല്ലാ എലമെന്റുകളെയും ഇൻക്ലൂഡിംഗ് ഐഡന്റിറ്റി എലമെന്റ് നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? ഒരു എയുടെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. ഈ എയുടെ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് എ n ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇത് കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്. ചില സമയത്ത് അഡീഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡീഷൻ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ n ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n എന്നാണ് കിട്ടുക. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് അതിന് a raised to n എന്ന് പറയുന്നു. n ടൈംസ് a ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഇത് നമ്മൾ എഴുതാറില്ല സാധാരണ, ഇത് തന്നെയാണ് എപ്പോഴും നമ്മൾ എഴുതുന്നത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഏതൊരു എലമെന്റും, ഒരു ഗ്രൂപ്പിലെ ഏതൊരു എലമെന്റിനെ നമുക്ക് a raised to n എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ we can say that this group G is cyclic. And cyclic with generator അല്ലെങ്കിൽ it generated by ജനറേറ്റർ എ എന്ന് നമ്മൾ പറയും. എ ആണ് ആ സൈക്ലിക് ഗ്രൂപ്പിന്റെ ജനറേറ്റർ എന്ന് പറയും. Therefore we can write G is equal to, എങ്ങനെ എഴുതാം? സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് എഴുതാം. ഇത് നൊട്ടേഷൻ ശ്രദ്ധിക്കണം. G is equal to സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ ഇതിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചോളൂ. ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. എ ഗ്രൂപ്പ് G is said to be a cyclic group. A group G is said to be a cyclic group. Sorry. If for every x belongs to G, x can be written as x equal to a raised to n for n belongs to z and for a belongs to g. If this satisfies for all x belongs to g, we can say that G is a cyclic group and it is denoted by cyclic group generated by A, where A is the generator of G. A ആണ് ജിയുടെ ജനറേറ്റർ എന്ന് നമ്മൾ പറയും. ക്ലിയർ ആണോ? അപ്പോൾ എ എന്ന് പറയുന്ന എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എ എന്ന് പറയുന്ന എലമെന്റ് ഇതിന്റെ ജനറേറ്റർ ആണ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന സൈക്ലിക് ഗ്രൂപ്പിന് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് G equal to 1 minus 1 I minus I. നമുക്കറിയാലോ, ഈ ഐ മൈനസ് ഐ ഒക്കെ എന്താണ്? കോംപ്ലക്സ് ഐ ആണ് അല്ലെ. ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മൈനസ് 1. നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചിട്ടില്ലേ? അതിന്റെ നെഗറ്റീവ് ആണ് മൈനസ് ഐ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ, നോർമൽ മൾട്ടിപ്ലിക്കേഷൻ, യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ ഇൻഡു വെച്ചിട്ടോ അല്ലെങ്കിൽ ഡോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും എഴുതാതെയോ ഒക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്ന നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്. ഇതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണ് വിത്ത് ജനറേറ്റർ. ഏതാണ് ഇതിന്റെ ജനറേറ്റർ? ഐ ആണ് ഇതിന്റെ ജനറേറ്റർ. ഐ കൊണ്ട് നമുക്ക് ഈ എലമെന്റുകളെ മൊത്തമായിട്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അപ്പൊ I raised to 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? I തന്നെയാണ് അല്ലെ.
ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഐ ആണ്. ഐ സ്ക്വയർ ഇസ് -1 അല്ലെ? നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ √(-1) ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ +1 പഠിച്ചിട്ടുള്ള ഐ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഐ ഇൻറ്റു ഐ സ്ക്വയർ അല്ലെ? ഐ ഇൻറ്റു -1 ദാറ്റ് ഇസ് -i എന്ന് വരും. ദെൻ i⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയർ -1 ആണ്. -1 ഇൻറ്റു -1 +1 വരും. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1 -1 i -i. എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ആരെ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? i കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Therefore G is cyclic with generator I. We can write G is equal to cyclic group generated by I എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ G എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് ഈ I എന്ന് പറഞ്ഞ ഒരു ജനറേറ്റർ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. ജിക്ക് വേറൊരു ജനറേറ്ററും കൂടി ഉണ്ട്. ഇറ്റ് ഇസ് -i. നോക്കിയോക്കെ, -i⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? -i ആണ്. -i⁴ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആണ്. പിന്നെ ഐ സ്ക്വയർ എന്ത് വരും? -1 വരും. പിന്നെ -i ക്യൂബ്, മൈനസിന്റെ ക്യൂബ് മൈനസ് ആണ്. പിന്നെ ഐന്റെ ക്യൂബ് എന്ത് വരും? -i വരും. Therefore it becomes i എന്ന് കിട്ടും അല്ലെ? പിന്നെ -i⁴ എന്ന് പറയുമ്പോൾ -4 1 ആണ്. i⁴ എന്ന് പറഞ്ഞാലും 1 ആണ്. Therefore എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ഏതുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? -i കൊണ്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Therefore we can also write G is equal to cyclic group generated by -i. അപ്പൊ ഐയും ജനറേറ്റർ ആണ്, -iയും ജനറേറ്റർ ആണ്. We can say that this is a cyclic group with the generators I and -i. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. Z4 with the operation addition modulo 4 is a cyclic group. ഇതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. അപ്പോ ഇതിലെ എലമെന്റ്സ് ഏതൊക്കെയാ നോക്കൂ. Z4 എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? 0 1 2 3 ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതിലെ 0 കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. 1 കൊണ്ട് 1 ജനറേറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക്. 1⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ് അല്ലെ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 രണ്ട് പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. 1 × 1 എന്ന് എഴുതരുത്, 1 + 1 എന്ന് എഴുതാം. അഡീഷൻ മോഡുലോ 4 ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇതിന് റിസൾട്ട് കിട്ടുന്നത് എന്തായിരിക്കും? 1 + 1. 1 + 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 + 1 എന്ന് പറഞ്ഞാൽ 2. 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 2 തന്നെ അല്ലെ? പിന്നെ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 1 + 1 ഇത് അഡീഷൻ മോഡുലോ 4 ആണ്. ഇനി 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 3 തന്നെ അല്ലെ? അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഈ ഒരു 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് നമുക്കറിയാലോ. 2ന്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാട്ടോ. 1⁴ അതെന്താ നോക്കി നോക്കൂ. 1 + 1 + 1 + 1 ഒക്കെ അഡീഷൻ മോഡുലോ 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/4. എന്താ കിട്ടുക? റിമൈൻഡർ 0 ആണ് കിട്ടുക അല്ലെ? അപ്പൊ ഇവിടെ 1 2 3 and 0 എല്ലാ എലമെന്റ്സിനെയും ഏതുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? 1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. Therefore Z4 is a cyclic group generated by 1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് Z4. ഇനി Z4ന്റെ ജനറേറ്റർ 1 മാത്രമാണോ ഉള്ളത്? അല്ല, ഏതും ഇതിന്റെ ജനറേറ്റർ ആണ്. 3യും ഇതിന്റെ ജനറേറ്റർ ആണ്. നോക്കി നോക്കിയാലോ, ഏതാണ് 3? 3ന്റെ ജനറേറ്റർ 3⁻1 എന്ന് പറഞ്ഞാൽ 3 തന്നെ അല്ലെ? 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 + 3 അഡീഷൻ മോഡുലോ 4 ആണ്. 3 + 3 എന്ന് പറഞ്ഞാൽ 6. 6/4 നമുക്ക് റിമൈൻഡർ കിട്ടുക 2 ആണ് അല്ലെ? 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 3 + 3 + 3 എത്ര വരും? 9 വരും അല്ലെ? 9നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 8. കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 4 കൊണ്ട് 1 ആണ് ബാക്കി റിമൈൻഡർ. ഇനി 3⁻4 എന്ന് പറഞ്ഞാൽ എന്താ വരിക നോക്കൂ. 3 + 3 + 3 + 3 ഒക്കെ അഡീഷൻ മോഡുലോ 4 ആണ്. ആഡ് ചെയ്യുമ്പോൾ 12നെ 3 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 0. അപ്പം 0 1 2 3 എല്ലാം കിട്ടുന്നുണ്ട്. Therefore Z4 is also a cyclic group generated by 3. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ സൈക്ലിക് ഗ്രൂപ്പ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണെന്ന് മനസ്സിലായി. ഇപ്പൊ ഈ 2 എക്സാമ്പിൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടിയിട്ടുണ്ടാവും. 1ഉം 3യും ഇതിന്റെ ജനറേറ്റർ ആണ് Z4ന്റെ. നേരത്തെ നമ്മൾ പറഞ്ഞു ഐയും -iയും ജനറേറ്റർ ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഒരു എലമെന്റ് ജനറേറ്റർ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സും എന്തായിരിക്കും?
ജനറേറ്റർ ആയിരിക്കും. അത് റിസൾട്ട് ആണ്, അത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് സപ്പോസ് ഇവിടെ 2 കൊണ്ട് നമുക്ക് ഈ സെറ്റ് 4നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 2 എന്ന് പറയുന്ന എലമെന്റ് കൊണ്ട് സെറ്റ് 4നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കൂ. 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് അല്ലെ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? സോറി 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 + 2 അഡീഷൻ മോഡുലോ 4 ആണ്. 2 + 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 + 2 4 ആണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് കിട്ടുക. 2 ക്യൂബോ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 + 4 2 + 4 2 എന്ന് വരും. എത്ര കിട്ടും? ടോട്ടൽ 6 കിട്ടും. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആണ് കിട്ടുക. പിന്നെയും അത് റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ് അല്ലെ. 2 raised to 4 എന്ന് പറഞ്ഞാൽ പിന്നെയും 0 ആണ് കിട്ടുക. അപ്പൊ ആകെ 2 എലമെന്റ്സ് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. ഏതൊക്കെയാണ്? 0യും 2 അല്ലെ. 0യും 2ഉം നമുക്ക് ഇവിടുന്ന് കിട്ടും. ഐഡന്റിറ്റി എലമെന്റ് ആണ് 0 ആൻഡ് ഇത് ക്ലോസ്ഡ് ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 + 2 എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? 2 ആണ് കിട്ടുക അല്ലെ. 0 + 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 2 + 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. 2ന്റെ ഇൻവേഴ്സ് 2 തന്നെയാണ് അല്ലെ. 0ന്റെ ഇൻവേഴ്സ് 0 തന്നെയാണ്. എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ ഗ്രൂപ്പ്. ഇത് ഒരു ഗ്രൂപ്പ് ആണെന്ന് പറയാം. വിൽ ടേക്ക് ദിസ് ആസ് സം H എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ആൻഡ് ദിസ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് Z4. ഈ H എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് Z4 ആണ്. ദിസ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് Z4. Z4ന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ്. ആൻഡ് ഇതിൽ നമ്മൾ ഏത് എലമെന്റ് കൊണ്ടാണ് ജനറേറ്റ് ചെയ്തത്? ഈ ഗ്രൂപ്പിനെ 2 കൊണ്ടാണ് ജനറേറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദിസ് H is a subgroup of Z4. H is equal to 0 2 is a subgroup of Z4 generated by 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന Z4ന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ് H is equal to 0 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. സൈക്ലിക് ഗ്രൂപ്പിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അതിന്റെ പ്രൂഫൊക്കെ നമുക്ക് വഴിയെ പറയാം. എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഇസ് സൈക്ലിക് എന്ന് പറയുന്ന റിസൾട്ട്. അത് നമുക്ക് വഴിയെ പ്രൂഫ് നമുക്ക് പറയാം. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് 1-2 കാര്യങ്ങളും കൂടെ നമുക്ക് പറഞ്ഞു പോവാം. ഒരു റിസൾട്ട് വേറെ ഒരെണ്ണം നമ്മളിവിടെ പറയുന്നുണ്ട്. നോക്കാം. എവറി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. എല്ലാ സൈക്ലിക് ഗ്രൂപ്പും എന്താണെന്ന് പറയുന്നു? അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് പറയുന്നു. അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് അല്ലെ. A.B = B.A ഫോർ എവറി A, B belongs to G ആണെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പൊ എല്ലാ സൈക്ലിക് ഗ്രൂപ്പും എന്താണെന്നാണ് പറയുന്നത്? അബീലിയൻ ഗ്രൂപ്പ് ആണെന്നാണ് പറയുന്നത്. ഫോർ ദാറ്റ് അതിന്റെ പ്രൂഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ലെറ്റ് G ഈസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ A. G എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ A ആണ്. ദാറ്റ് മീൻസ് elements of G are A raised to N4 N belongs to Z and A belongs to G. Okay, ജിയിലുള്ള എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് ഈ ഒരു നൊട്ടേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ചെയ്യേണ്ടത് വി നീഡ് ടു ടേക്ക് 2 എലമെന്റ്സ്. ലെറ്റ് x, y belongs to G. എക്സും വൈയും നമ്മൾ എവിടെ എടുത്തു? ജിയിലെടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നതും വൈ ഡോട്ട് എക്സ് എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് കിട്ടി അല്ലെ. ഇനി എക്സ് ജിയിലെ എലമെന്റ് ആണ്, വൈയും ജിയിലെ എലമെന്റ് ആണ്. ജിയിലെ എലമെന്റുകളൊക്കെ A raised to N എന്നുള്ള ഫോർമാറ്റിലാണ് ഫോർ എനി N belongs to Z. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇംപ്ലൈസ് x equal to some A raised to N. We can take it as N1 and y equal to some A raised to N2 for N1 N2 belongs to Z. Z-ലെ ഏതോ ഒരു 2 N1 N2 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിനെ നമുക്ക് A raised to N1 എന്നും വൈനെ A raised to N2 എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഒന്ന് എടുത്തു നോക്കുക, അല്ലെങ്കിൽ ഓപ്പറേഷൻ. നമ്മളിവിടെ ഗ്രൂപ്പിന് ഓപ്പറേഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് സ്റ്റാർ വേണേ എടുക്കാം, അല്ലെങ്കിൽ ഡോട്ട് എടുക്കാം. നിങ്ങൾക്ക് എക്സ് വൈ എന്ന് പറയുന്ന എലമെന്റ്, എക്സ് വൈ എന്ന് പറയുന്നത് വൈ എക്സ് ആയാൽ മതിയോ നമുക്ക് ബീലിയൻ ആവാൻ. എക്സ് വൈ എന്ന് പറയുന്ന എലമെന്റിനെ എങ്ങനെ എഴുതാം? നമുക്ക് A raised to N1 into A raised to N2 എന്ന് എഴുതാം. ശരിയല്ലേ? Now this is exponent rule ഉപയോഗിച്ചിട്ട് നമുക്ക് ബേസ് സെയിം ആയതുകൊണ്ട് A raised to N1 plus N2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും A raised to N2 plus N1 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഈ ഗ്രൂപ്പ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചെഴുതരുത്, അത് കറക്റ്റ് പ്രൂഫ് അല്ല. പക്ഷെ ഈ
അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് നോർമൽ അഡീഷൻ ആണ്. ഇത് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ആണോ നമുക്ക് അറിയില്ല. ഈ അഡീഷൻ നോർമൽ അഡീഷൻ ആണ്. കാരണം ഇത് എക്സ്പോണന്റ് റൂൾ നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന എക്സ്പോണന്റ് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്തത്. അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ തിരിച്ചെഴുതാം. Now we can split this into a raised to n2 dot a raised to n1. ഇങ്ങനെ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. What is a raised to n2? A raised to n2 is y dot a raised to n1 is x. അപ്പോൾ xy is yx നമുക്ക് കിട്ടി. That implies g is abelian. എന്ന് പറയാൻ പറ്റും. g abelian ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ എല്ലാ സൈക്ലിക് ഗ്രൂപ്പും എന്താണെന്ന് പഠിച്ചു വെക്കുക? അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ലാസ്റ്റ് റിസൾട്ട് ആണ്. എന്താണ് ഓർഡർ ഓഫ് ആൻ എലമെന്റ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഓർഡർ ഓഫ് ആൻ എലമെന്റ് എന്താണ്? ഓർഡർ ഓഫ് ആൻ എലമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എ ബിലോങ്സ് ടു ജി. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഓർഡർ ഓഫ് എ എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഓർഡർ ഓഫ് എ എന്ന് എഴുതാറുണ്ട്. ആൻഡ് ഈ സംഭവം എന്താണ്? ഇതൊരു നമ്പർ ആണ് അല്ലെ? This is a number such that this is equal to n, where n is the least positive integer satisfying a raised to n is equal to e. a raised to n ഐഡന്റിറ്റി എലമെന്റ് ആവുന്ന ഏറ്റവും ചെറിയ ഇന്റിജർ n ആണ് ഈ എലമെന്റിന്റെ ഓർഡർ എന്ന് നമ്മൾ പറയാം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെ? ഇനി നമ്മുടെ റിസൾട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഇഫ് ജി ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് ആൻഡ് A belongs to G such that order of A is equal to n. Let A is an element of G and order of A equal to n. If A raised to K is equal to E, then n divides K. n divides K. സംഭവം എന്താണെന്ന് മനസ്സിലായോ? G ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. ആൻഡ് ജിയിലെ ഒരു എലമെന്റ് ആണ് എ. ആൻഡ് ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് n ആണ്. ആ എ എന്ന് പറയുന്ന എലമെന്റിന്റെ ഓർഡർ n ആണ്. ആൻഡ് നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. എ റേസ് ടു കെ എന്ന് പറയുന്നത് ഇ ആണ്, ഐഡന്റിറ്റി എലമെന്റ് ആണ്. ദെൻ n ഡിവൈഡ്സ് കെ എന്ന് പറയുന്നത് സംഭവം. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇത് എങ്ങനെയാണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് ഗിവൺ ഓർഡർ ഓഫ് എ ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? n ഈസ് ദ ലീസ്റ്റ്, ഇപ്പൊ തൊട്ട് മുമ്പിൽ എഴുതിയ ലീസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ അല്ലെ? ലീസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ സാറ്റിസ്ഫൈങ് a raised to n is equal to e. a raised to n e ആവുന്ന ഏറ്റവും ചെറിയ ഇന്റിജർ ആണ് n എന്ന് പറയുന്നത്, ശരിയല്ലേ? സപ്പോസ് വി ഹാവ് അനദർ ഇന്റിജർ k. k എന്ന് പറഞ്ഞൊരു ഇന്റിജർ ഉണ്ട്. a raised to k എന്ന് പറയുന്നത് e ആണ്. ഓക്കെ, അപ്പോ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് n ഡിവൈഡ്സ് k, അതായത് k എന്ന് പറയുന്നത് n ന്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സപ്പോസ് we will assume k is equal to n cube plus r. k എന്ന് പറയുന്നത് n ന്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ k n ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് എടുത്തു. ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. നമ്മൾ ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് k is equal to n q, n into q ആണ്, മൾട്ടിപ്പിൾ ഓഫ് q ആണ്, പ്ലസ് ഒരു റിമൈൻഡറും കൂടെ ഇവിടെ ഉണ്ട് നമ്മൾ എടുത്തു. വേർ r എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ലെസ് ദാൻ r ലെസ് ദാൻ n. n നേക്കാളും ചെറുതും 0 നേക്കാളും വലുതും ആയിരിക്കണം ആര്? r. ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു k എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗിവൺ നമുക്ക് എന്താ തന്നിട്ടുണ്ട്? a raised to k is e. a raised to k എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ് തന്നിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a raised to k എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി എലമെന്റ് ആണെങ്കിൽ ആ k എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാലോ? a raised to n cube plus r is equal to ഐഡന്റിറ്റി എലമെന്റ് എന്ന് എഴുതാം, ശരിയല്ലേ? ഇനി ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. a raised to n cube into a raised to r is equal to ഐഡന്റിറ്റി എലമെന്റ് എന്ന് എഴുതാം. ഇനി a raised to n എന്ന് പറഞ്ഞാൽ നമുക്ക് e ആണെന്ന് അറിയാം അല്ലെ? a raised to n whole raised to q into a raised to r is equal to ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ എഴുതി. ഓക്കെ, a raised to n എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി അല്ലേ? അപ്പോ e raised to q into a raised to r is e എന്ന് കിട്ടും. e raised to q ഐഡന്റിറ്റി എലമെന്റിന്റെ പവർ ഏതെടുത്താലും അത് തന്നെയാണ് വരിക, ഐഡന്റിറ്റി എലമെന്റ് തന്നെയാണ് വരിക. therefore this is a raised to r is e എന്ന് കിട്ടും. a raised to r e എന്ന് കിട്ടിയത് this is a contradiction. എന്തുകൊണ്ടാ കോൺട്രഡിക്ഷൻ?
കോൺട്രഡിക്ഷൻ. എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ? നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന കെ നോക്കൂ, k is equal to nq plus r and 0 less than r less than n എന്ന് എഴുതിയിട്ടുണ്ട്. r is less than n. ഇവിടെ a raised to r e എന്ന് കിട്ടി and r is less than n ആണ്. ബട്ട് നമ്മൾ പറഞ്ഞത് n is the least positive integer satisfying this equation എന്നാണ് അല്ലെ. അപ്പൊ n നേക്കാളും ചെറുതാവാൻ പാടില്ല ആര്? r അല്ലെ. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഇതെങ്ങനെ കോൺട്രഡിക്ഷൻ കിട്ടാൻ കാരണം? ഓർഡർ ഓഫ് എ എന്ന് പറഞ്ഞാൽ n ആണ് നമ്മൾ പറഞ്ഞു. എന്നിട്ടും നമുക്ക് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം നമ്മൾ അസ്യൂം ചെയ്ത ഈ സാധനം തെറ്റാണ്. അപ്പൊ ഇത് തെറ്റാവുക എന്ന് പറയുമ്പോൾ ഇതില് r എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് അല്ലെങ്കിൽ therefore r is equal to 0 എന്ന് നമുക്ക് എടുക്കാം. r എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0 ആണ് വരിക. ശരിയല്ലേ? That means that implies we can write k is equal to nq എന്ന് എഴുതാം. That implies n divides k. n ആരെ ഡിവൈഡ് ചെയ്യും? k നെ ഡിവൈഡ് ചെയ്യും എന്ന് പഠിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്, ചോദിക്കാറുണ്ട് എക്സാമുകൾക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പൊ സൈക്ലിക് ഗ്രൂപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ സൈക്ലിക് ഗ്രൂപ്പിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ ബൈ.